കേരള ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ സിറ്റൗട്ടിൻ്റെ മേൽഭാഗം അത് ഞങ്ങളാണെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് സീലിംഗ് എല്ലാം ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ സീലിംഗ് എല്ലാം ചെയ്ത് വെച്ച് കഴിഞ്ഞ ശേഷം അവിടെ ഒരു പൈപ്പ് പോകുന്നുണ്ട്. ആ പൈപ്പ് എന്ന് പറഞ്ഞാൽ AC-യുടെ പൈപ്പാണ്. AC-യുടെ പൈപ്പ് അതിനകത്ത് അങ്ങനെ ആ AC-യുടെ പൈപ്പാണ് അതുവഴി പോകുന്നത്. ഫ്രണ്ടിൽ ആ ഒരു AC-യുടെ പൈപ്പ് ഇരിക്കുന്നുണ്ട്. വീടിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേന് എന്തോ ഒരു അഭംഗി പോലെ കാണുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞ് അതൊന്നും മറയ്ക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ മറയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാണെങ്കിൽ മുക്കാലിൻ്റെ സ്ക്വയർ ട്യൂബ് കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു ബോക്സ് അങ്ങ് ഉണ്ടാക്കി. ആദ്യമേ ഞങ്ങൾ ചെയ്യുന്നത് ഒരു പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് 5 പ്ലേറ്റ് കൊണ്ടുവന്നിട്ട് അത് ഞങ്ങളത് രണ്ടായിട്ട് മുറിച്ചിട്ട് ഞങ്ങളത് കിഴിച്ച് ആങ്കർ ബോൾട്ട് അടിച്ച് അത് പിടിപ്പിച്ചതിന് ശേഷം അതിനകത്ത് ഞങ്ങളാണെങ്കിൽ സ്ക്വയർ ട്യൂബ് ഒന്ന് വെച്ച് ടാക്കി അടിക്കുന്നുണ്ട്. ആ ടാക്കി അടിക്കുന്നത് അത് L ഷേപ്പിലാണ് ഞങ്ങൾ അടിക്കുന്നത്, മേളിൽ താഴോട്ട്. എന്ന് പറഞ്ഞാൽ മേളത്തെ അവരുടെ ആ പാരപ്പെട്ടിൻ്റെ മണ്ടയ്ക്ക് നേരെ താഴോട്ട് ഒരുപോലെ ആക്കി നിൽക്കണം. ആ ഫില്ലർ അതുപോലെ ഇച്ചിരി വീതിയുള്ള ഫില്ലറായിട്ടാണ് അത് അവിടെ കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആ പൈപ്പ് മറയാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഞങ്ങളത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 3 ക്ലാമ്പ് ഞങ്ങൾ അടിച്ചിട്ടുണ്ട്. 3/4 സ്ക്വയർ ട്യൂബിന് ആ ക്ലാമ്പ് അടിച്ച് വെച്ച് കഴിഞ്ഞ ശേഷം ഞങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെ 3 സൈഡിൽ കൂടെ ഞങ്ങൾ സ്ക്വയർ ട്യൂബ് ഞങ്ങൾ നീളത്തിന് ഇടയ്ക്ക് മുറിച്ച് ഞങ്ങളത് വയ്ക്കും. ആ മേളത്തെ പാരപ്പെട്ടിൻ്റെ അവിടുന്ന് ഒരു 4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 6 mm ഞങ്ങൾ അകത്തോട്ട് കയറ്റി വെച്ചാണ് ഞങ്ങളിതെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങളുടെ ഫ്രെയിം വർക്ക് ഏകദേശം ഞങ്ങളുടെ ഫ്രെയിം വർക്ക് തീർന്നിരിക്കുകയാണ്. അതൊന്ന് വെൽഡ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ L ഷേപ്പ് അടിച്ച് വെച്ചിട്ടുണ്ട്. ആ മേളിൽ നിന്ന് വരുന്ന ആ പിറ്റിക്ക് ലെവൽ ഞങ്ങളത് മുഴുവൻ ഞങ്ങൾ വെൽഡിങ് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ആ V ബോർഡ് കൊണ്ടുവന്നിട്ട് അതിനകത്ത് വെച്ച് ഞങ്ങൾ സ്ക്രൂ ചെയ്യണം. കണ്ടോ, ഈ V ബോർഡാണ് 6 mm V ബോർഡ് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് മുറിച്ച് ആ വീട് മുറിച്ചിട്ട് ആ ഭിത്തിക്ക് ആ കറക്റ്റ് ആ ലെവൽ വെച്ചിരിക്കുകയാണ്. അത് ഒരു സ്ക്രൂ അടിച്ച് മാറിയിരിക്കണം. അതുകൊണ്ട് ഇനി അത് പുട്ടിയിടുമ്പോഴത്തേക്കും ആ ഭിത്തി ഒരുപോലെ ആയിക്കിട്ടും. പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപോലെ ആയിക്കിട്ടും. അതിന് അടിവശം അടിച്ച് അതിന് 2 സൈഡ് അടിച്ചാൽ മതി. ആ ബോക്സിൻ്റെ ഇങ്ങനെ അറ്റം വരെ ഞങ്ങൾ അടിച്ച് ലാസ്റ്റ് ഭാഗത്തേക്കാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുതന്നെയല്ല, നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ അവിടെ നോക്കുമ്പോഴത്തേന് അവരുടെ ഭിത്തിയുടെ മേളത്തെ ആ കോൺക്രീറ്റിൻ്റെയും അതിൻ്റെ ഇടയ്ക്കൂടെ ഒരു ചെറിയൊരു വിടവുണ്ട്. ആ വിടവ് മാറണം. അതുതന്നെയല്ല, അവരുടെ വീടിൻ്റെ മേളത്തെ പാരപ്പെട്ടെന്ന് പറഞ്ഞാൽ മേളത്തെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിലോട്ടാണ് അവർ കോൺക്രീറ്റ് ചായച്ചവർ വാർത്തിരിക്കുന്നത്. അന്നേരം അത് വരുമ്പോൾ ഈ ചാഞ്ഞിരിക്കുമ്പം അതൊരു അഭംഗി. അതിന് വേണ്ടിയാണ് അവർ ഇതിനകത്തൊരു കറക്റ്റ് ലെവൽ, വാട്ടർ ലെവൽ കറക്റ്റ് ലെവൽ നമ്മൾ ദൂരെ നോക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ ഒരു വീഡിയോയുമായി ഉടൻ തന്നെ ഞങ്ങൾ വരുന്നതാണ്.